ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്മോൾ ജ്വല്ലറി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ നമുക്കിടയിൽ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി റോ മെറ്റീരിയൽസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് മാത്രം മേടിച്ചാൽ മതിയാവേ. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അത്യാവശ്യം എന്നുള്ളതും പരിചയപ്പെടുത്തി തരാവേ. ഇപ്പൊ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച B7000 ഗ്ലൂ അതെന്തായാലും നിങ്ങൾ മേടിക്കണേ, അത് അത്യാവശ്യമായിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഉണ്ട്. അപ്പൊ ഈ കുന്തൻ സ്റ്റോൺസ് പല കളറിലും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് വൈറ്റും അതുപോലെ ഗോൾഡൻ കളറുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് പല ഷേപ്പിലും പല ഡിസൈനിലും വരുന്ന കുറച്ച് കുന്തൻ സ്റ്റോൺസ് ആണുള്ളത്. ഈ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺസ്, ഈ കുന്തൻ സ്റ്റോൺസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഒരുപാട് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് നല്ല നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കവറിൽ ശ്രദ്ധിച്ചോ, ഇതിന് 20 രൂപ കേട്ടോ വരുന്നത് ഒരു പാക്കറ്റിന്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യമുണ്ട്. ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ലോണം ജ്വല്ലറീസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമേ. ഇനി തുടർന്നുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ ഇതുപോലെ ജ്വല്ലറി ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും, നമുക്ക് അതൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് കുറച്ച് സ്റ്റോൺസ് ആണ്. അത് വൈറ്റ് കളറിലും അതുപോലെ റെഡ് കളറിലുള്ള സ്റ്റോൺസിന്റെ കളക്ഷൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ സ്റ്റോൺ ഒന്നും ആദ്യം തുടക്കക്കാർക്ക്, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് ഹൂക്കാണ് ഉള്ളത്. ഈ ഒരു സെറ്റിന് വരുന്നത് എന്ന് പറയുന്നത് 20 രൂപ കേട്ടോ ഈ ഒരു പാക്കിന് വരുന്നത്. ഈ ഒരു ഹൂക്ക് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്, ഇത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഏതൊരു നല്ല ഡിസൈൻ ചെയ്യാനും നമുക്ക് ഈ ഒരു ഹൂക്ക് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും മേടിക്കണേ. പിന്നെ ഇതിന് പറയാ ഐപിൻ എന്നാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും മേടിക്കണം. ഇതൊരു പാക്കറ്റ് മേടിച്ചാൽ മതിയാവും, അതിൽ തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ ഇത് കുറച്ച് ഇയറിങ്സിന്റെ ബേസ് ആണ്. ഇത് നമുക്ക് ഇയറിങ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. അത് ഇതുപോലെ സെറ്റ് ആയിട്ടല്ല കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അത് ഇതുപോലെ ഇതിന്റെ ഈ ആണില്ലേ, അത് വേറെയും അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ വെക്കുന്ന സംഭവം വേറെ പാക്കറ്റും ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് രണ്ടും ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ ഒരു വയറാണ് വരുന്നത്. ഇത് 0.4 mm വയറാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് നെക്ലേസും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാവേ. ഇത് വെച്ച് ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഒക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമുക്കതൊക്കെ ചെയ്യാട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട് കേട്ടോ, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ ചെയിനാണ് വരുന്നത്. ഈ ഒരു ചെയിനും നിങ്ങൾ മേടിക്കണമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇനി വരുന്നത് ഫിഷ് ഹൂക്ക് എന്നാട്ടാ പറയാ ഈ ഒരു ഹൂക്കിന്. ഇത് നമ്മള് മാലകൾ ചെയ്യുമ്പോഴും അതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കിത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഈ കൊളത്താൾ തന്നെ പല ടൈപ്പിലുണ്ട്. ഇത് ഫിഷ് ഹൂക്കാണ്. പിന്നെ അതുപോലെ നമുക്ക് എസ് ടൈപ്പിൽ വരുന്ന ഹൂക്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ വരുന്ന കൊളത്താളും ഉണ്ട് കേട്ടോ. അപ്പൊ അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ മതിയാവും. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് സ്റ്റോൺ ചെയിൻസ് ആണ് ഉള്ളത്. അത് വൈറ്റ് കളറിലും അതുപോലെ ഗോൾഡൻ കളറിലും റെഡ് കളറിലാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ ഇങ്ങനെ മീറ്റർ കണക്കിനാണ് കേട്ടോ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടുക. ഞങ്ങൾ അവിടെയുള്ള സ്റ്റോറിൽ ഇത് അങ്ങനെ കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ വൈറ്റ് കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും 1 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെഡ് കളർ 1/2 മീറ്റർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലെ റെഡ് സ്റ്റോൺ ചെയിൻ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഇത് വെച്ച് ജ്വല്ലറി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റിംഗ് ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഈ ഒരു റിംഗ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാതെ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം, അലിഗേറ്റർ. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെന്നുള്ളൂ. നിങ്ങൾക്ക് ഹെയർ ബോയും അതുപോലെ ഹെയർ ക്ലിപ്സ് ഒക്കെ ചെയ്യണം എന്ന് ഇഷ്ടമുള്ളവരാണ്, അതൊക്കെ ചെയ്യണം ഇതിന്റെ കൂടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരെണ്ണം മേടിക്കാവേ. പിന്നെ വരുന്നത് ഇതുപോലെ കുറച്ച് വൈറ്റ് ബീഡ്സ് ആണ്. ഇത് ഞാൻ ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അതോ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ കൊടുത്തേക്കാം കേട്ടോ.
പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എനിക്കിത് മീഷോന്ന് കിട്ടിയിട്ടുള്ളത്. വെറും 96 രൂപക്കാണ് കേട്ടോ ഞാൻ ഇത്രയും ബീഡ്സ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടത് എന്റെ കയ്യിൽ ജ്വല്ലറി മേക്കിങ്ങിന് പുതുതായി മേടിച്ച കുറച്ച് ഐറ്റംസ് ആണ്. ഇനി പഴയ കുറച്ച് ഐറ്റംസ് ഇരിക്കണ്ടേ, അത് ഞാൻ നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് കോപ്പർ ഷെയ്ഡിലും അതുപോലെ ഗോൾഡൻ ഷെയ്ഡിലും വരുന്ന കുറച്ച് ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിങ്ക് കളറിൽ കുറച്ച് ബീഡ്സ്, അതുപോലെ ഇത് ഈ ഷെയ്ഡ് ഏതാണെന്നറിയില്ല, ആ ഒരു ഷെയ്ഡിലും കുറച്ച് ബീഡ്സ് ഉണ്ട്. അതുപോലെ അതിനടിയിലായിട്ട് കുറച്ച് വൈറ്റ് കട്ട് ബീഡ്സ് ആണ് ഉള്ളത്. ഇനി കാണിക്കാൻ പോണ ഐറ്റംസിലൊക്കെ കൂടുതലും കട്ട് ബീഡ്സ് ആണ് കാണാൻ സാധ്യത കൂടുതൽ. പിന്നെ റെഡ് കളറിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കട്ട് ബീഡ്സും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 ടൂള് മിസ്സായിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. നമ്മൾ ഈ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു 2 ടൂളുണ്ട്. നമ്മളെ ഈ ഹൂക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ടൂളും പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു കട്ടറും ഉണ്ട്. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അത് കാണിക്കാവേ. സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അത് മിസ്സായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ എല്ലാ റോ മെറ്റീരിയൽസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചല്ലോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യേ. എല്ലാം കൂടി കുഴച്ച് കാണിച്ചു തന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ രാത്രിയാണ് ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതിന്റെ വശവശകുകളാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതലും ബീഡ്സ്, അതുപോലെ കട്ട് ബീഡ്സ്, അതുപോലെ അത് മിറേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ ഒരുപാട് നാള് മുമ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്, ചിലതൊക്കെ മിക്സ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ഈ ഐറ്റംസിനൊക്കെ എത്രയാണ് അവിടെ റേറ്റ് വരുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലും ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഓരോ കുന്തൻ സ്റ്റോൺസും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ മേടിച്ചിട്ടുള്ളത് ഓരോ പാക്കറ്റിനും ഒരു 20 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരു ഇയറിംഗ് ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഒരു സിമ്പിൾ ആയിട്ട് ഏതൊരു തുടക്കക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. കൊറിയൻ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഇയറിംഗ് ഇഷ്ടപ്പെടും. അപ്പൊ അതിന്റെ റിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഇയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 സൈസിൽ വരുന്ന പേൾ ബീഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു റിങ്ങിന്റെ ഈ ഒരു ടോപ്പ് പോർഷന് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബീഡ്സ് കൊരുത്ത് വെക്കാൻ പറ്റുമേ. ഈ ഒരു ഇയറിംഗ് ഏതൊരു തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. ഇനി കുറച്ചും കൂടി വലിയ രീതിയിൽ കുറച്ച് നല്ല മോഡൽസ് ഡിസൈൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാട്ടോ. അതോ ഈ ജ്വല്ലറി മേക്കിംഗ് ഓരോരോ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാവേ. പിന്നെ നമ്മൾ എന്തൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് ഇത് നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നല്ലോണം അവൈലബിൾ ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഇതിന് പ്രൊമോഷൻ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഏതൊരു ഐറ്റം നമ്മൾ ചെയ്യുന്ന സമയത്തും തുടക്കത്തിലൊന്നും നമുക്ക് അത്രയും ഓർഡേഴ്സ് ഒന്നും കിട്ടിയെന്ന് വരില്ലേ. 1-2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി, അത്രേ ആവുള്ളൂ. പിന്നെ അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ കൺസിസ്റ്റൻസിക്കും അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടിനും അനുസരിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടുട്ടോ. മടി പിടിച്ചിരിക്കാതിരുന്നാൽ മാത്രം മതിയേ. അങ്ങനെ നമ്മൾ ബീഡ്സ് ഒക്കെ ഒന്ന് കൊരുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ മോഡലാണ് ചെയ്യുന്നത്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 2 കുഞ്ഞു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരൊറ്റ വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെയും 2 കുഞ്ഞു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത്രേ ചെയ്യണുള്ളൂ. അത് കാണാനും നല്ല ഭംഗിയായിട്ടില്ലേ. ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മുടെ ഈ കൊറിയൻ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടാവേ.
പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു ബ്രാൻഡ് നെയിം കൊടുക്കണേ. അത് തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഭയങ്കര ഭയങ്കര കടുകട്ടായിട്ടുള്ള പേരൊന്നും ചൂസ് ചെയ്യല്ലേ. ഏതൊരു കുഞ്ഞു ബിസിനസ്സും ആയിക്കോട്ടെ അതിനൊരു ബ്രാൻഡ് നെയിം കൊടുക്കണം കേട്ടോ. ഊരും പേരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് നിങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഏതൊരു കുഞ്ഞു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക. അപ്പൊ നമ്മുടെ 2 ഇയറിങ്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് വച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇത് ഇയറിങ്സ് ആണ്. ഇതിന്റെ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതിനടിയിൽ കുറച്ച് മുത്തുകളൊക്കെ പിടിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ആ ഒരു ഇയറിംഗിൽ അടിയിലൊക്കെ മുത്ത് പിടിപ്പിക്കണോ അതോ ആ ഒരു ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോൺ ചെയിൻസും അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഇയറിംഗ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ നമുക്കത് ചെയ്യാട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു റിങ്ങും ഈ ഒരു കുന്തൻ സ്റ്റോൺസും അതുപോലെ സ്റ്റോൺ ചെയിനും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കുന്തൻ സ്റ്റോൺസും ഈ ഒരു ചെയിനും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡൽസ് നമുക്ക് ജ്വല്ലറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. ഈ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ വീഡിയോക്ക് ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള DIY ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 ടൂൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് നമ്മൾ ഒന്ന് ഫസ്റ്റ് DIY ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കട്ടർ. അതാണേ. ആ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് എത്ര നല്ല തിക്നെസ് ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ട്ടോ. എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ഷാർപ്പാണ് അതിന്. പിന്നെ ഈ ഒരു റിങ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ ഐറ്റംസ് എന്ന് പറയുന്നത് വൈറ്റ് സ്റ്റോണിൽ വരുന്ന ചെയിനും അതുപോലെ വൈറ്റ് ഈ 3 കുന്തൻ സ്റ്റോൺസും മാത്രം മതിയേ. പിന്നെ ഇതിനൊരു അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു കമ്പി വേണം. വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ആണല്ലോ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനോട് സിമിലർ ആയിട്ടുള്ള കമ്പി തന്നെ ചൂസ് ചെയ്യണേ. അപ്പോ സിൽവർ കളർ കമ്പിയാണ് ഇതിന് ചൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ അടുത്ത് ഇപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടാണ്, വീഡിയോന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇപ്പൊ ദാ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് നമുക്ക് ഷോപ്പിലൊക്കെ 2 രൂപക്ക് അവൈലബിൾ ആണ്. വലിയൊരു A4 സൈസ് ആണ് ഇത് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ്. എന്നിട്ട് ഇപ്പൊ ദാ അത് നമ്മൾ ആ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിലേക്ക് നമ്മുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ നമുക്ക് അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ആ വളച്ചു വെച്ചിട്ടുള്ള കമ്പില്ലേ, അതിലേക്ക് B7000 ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വൈറ്റ് സ്റ്റോൺ ചെയിന് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പൊ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ ഒരു ലൈന് വിടാതെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം, ഞാൻ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു സ്മോൾ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഓരോ മുന്നൊരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ അല്ലാത്ത പ്രൊഡക്ട്സും നമ്മൾ ഇറക്കുന്നുണ്ട്. ഹില സ്റ്റോൺസ് എന്നാണ് ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുള്ളത്. ഈ ഹില എന്നുള്ള പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേരാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും യൂട്യൂബ് വഴി നിങ്ങൾ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ അക്കൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോസ് ഇനി ചെയ്യാവേ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ സ്മോൾ ബിസിനസ് ഐഡിയാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. എന്തൊരു കാര്യം നമ്മൾ പിന്നെ ചെയ്യാം, എല്ലാതും കിട്ടിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഓരോ കാര്യങ്ങളും. എല്ലാം കിട്ടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പോകണുള്ളൂ എന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പം അടുത്തൊന്നും ഇത് ചെയ്യാൻ വേണ്ടി പോണില്ല. അപ്പം നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും എന്തെങ്കിലും കിട്ടും ട്ടോ. ഇനി ഈ റിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചു വെച്ചല്ലോ, ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടും വീഡിയോ എടുത്ത് കാണിക്കേണ്ടത് കൊണ്ടും കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുള്ളൂ ട്ടോ.
അങ്ങനെ നന്നായിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഈ കട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് അതിന് ചുറ്റുഭാഗത്തായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ടാവും. അപ്പം അതൊരു അഭംഗിയാണ്. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് തീ കാണിച്ചു കൊടുത്താൽ മതി അതിൻ്റെ എഡ്ജസ് ഒക്കെ. അപ്പം അത് ഉരുകിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ റിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.